ഹലോ ഗൈസ്, അപ്പോൾ ഞാനിങ്ങനെ പിന്നെയും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേയുടെ 5ാമത്തെ എപ്പിസോഡായിട്ട്. സോ നമ്മൾ 5ാമത്തെ എപ്പിസോഡായിട്ടിരിക്കുകയാണ് ഗൈസ്. എത്ര പെട്ടെന്നല്ല ഗൈസ്, നമ്മൾ നല്ല രീതിയിൽ താമസിച്ചിട്ടുണ്ട്. ഓക്കെ, അതോടെ ഗൈസ് നമ്മളപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെറിയൊരു ബ്രീഡർ ഫാം ഉണ്ടാക്കി. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി എനിക്കൊരു വലിയൊരു സന്തോഷവാർത്ത പറയാനുണ്ട്. അത് വർക്കാവുന്നുണ്ട് ഗൈസ്. അത് വർക്കാവുന്നുണ്ട്. നമുക്കതിൽ വില്ലേജസിനെ കിട്ടുന്നുണ്ട്. സോ ഞാനത് ഓഫ് ക്യാമറ കുറച്ചൊക്കെ ഗ്രൈൻഡ് ചെയ്തു. ഗ്രൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അണ്ടർഗ്രൗണ്ടിലെ വില്ലേജർ തന്നെ സെറ്റപ്പ് ഒക്കെ ചെയ്തു. പിന്നെ അത് അയൺ ടൂൾസ് ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് പേരുടെയൊക്കെ ചെയ്തു ഗൈസ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചെറിയ വീറ്റ് ഫാമാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഗൈസ്, നമ്മളെന്തായാലും നമ്മുടെ സെർവറിലാണെങ്കിലും ലെറ്റ്സ് പ്ലേ ആണെങ്കിലും നമ്മൾ മെയിനായിട്ടും കഴിക്കുന്നതും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഫുഡാണ് ബ്രെഡ്. എനിക്ക് ബ്രെഡാണ് ഗൈസ് ഭയങ്കര ഇഷ്ടം. സോ പക്ഷേ ഈ ഒരു ബ്രെഡ് എന്ന് പറയുമ്പോൾ എനിക്ക് വില്ലേജിൽ നിന്ന് കിട്ടിയതാണ്. അതെന്തായാലും വില്ലേജ് 2 സ്റ്റാക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പതുക്കെ തീരുവാണ് ഗൈസ്. അത് നമ്മൾ തീരുവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒരു ഫാം ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അത് ഞാൻ ചുമ്മാ അതേ ആ വെള്ളത്തിൻ്റെ സൈഡിൽ പോയിട്ട് കുറച്ച് സീഡ് നട്ട് അങ്ങനെയല്ല, കുറച്ച് വലുതാക്കി പണിയണം ഗൈസ്. അതിനായിട്ട് എനിക്ക് കുറച്ച് നല്ലൊരു സ്പേസ് വേണം. ആൻഡ് അതിന് മുൻപായിട്ട് ഞാൻ ഒരു കാര്യം കാണിച്ചത് ഇതാണ് ഗൈസ്, എൻ്റെ മെമ്മറി ചെസ്റ്റ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഈ വേൾഡിൽ വന്നപ്പോൾ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ടേബിളും ആദ്യം ഉണ്ടാക്കിയ അയൺ പിക്കാക്സും ആദ്യം ഉണ്ടാക്കിയ വുഡൻ പിക്കാക്സും ഉണ്ട് ഗൈസ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി സംസാരിക്കാനൊന്നുമില്ല, ഞാൻ ഒരു വീറ്റ് ഫാം ഉണ്ടാക്കണം. ആൻഡ് എൻ്റെ ചെസ്റ്റിൽ ഇപ്പോൾ 13 സീഡ് ഉണ്ട്. 16 സീഡ് ഉണ്ട് ഗൈസ് ടോട്ടലി. 16 സീഡ് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊക്കെ മതി. പിന്നീട് 16 സീഡും വളർന്ന് വെയിറ്റ് ആകുമ്പോൾ അതിൻ്റെ ഇരട്ടി കിട്ടിക്കോളും. സോ നമുക്ക് ഇനി കുറച്ച് മാറിയിട്ട് ഇവിടെ നടാം ഗൈസ്. ഇവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴേക്ക് ഞാനെന്നാൽ കുറച്ചും കൂടി ഒന്ന് ചങ്ക്സ് ഒന്ന് കൂട്ടിട്ടെ. ഓക്കെ, ആൻഡ് നമുക്കെന്നാൽ ഇവിടെ തന്നെ ഒരു വീറ്റ് ഫാമും കാര്യങ്ങളും ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇവിടുത്തെ പകുതി സീഡ് പൊട്ടിക്കുമ്പോൾ നമുക്ക് സീഡ് കിട്ടുന്നുണ്ട്. അത് നല്ല കാര്യമാണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വീറ്റ് ഫാം സെറ്റ് ചെയ്യാം. വീറ്റ് ഫാം വളർന്നുള്ളത് പോകുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് വെള്ളം ഒഴിക്കണം. എന്നിട്ട് പോയിട്ട് കുറച്ച് വെള്ളം പിടിക്കാം. നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സും കാര്യങ്ങളും സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്ക് മാക്സിമം സീഡും വേണം, അതാണ് കാര്യം. ഓക്കെ ഇത്ര അത് ആയിക്കോളും. ഇതെന്താ ഇങ്ങനെ? ഓക്കെ, പിന്നെ നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് 1 2 3 4 ഇവിടം വരെ അത് ഇതാവും ഗൈസ്. സോ ഓക്കെ, ഇനി നമുക്ക് ഇത്രയും മതി ഗൈസ്. ഇനി ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എവിടെ ഇപ്പോൾ വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം? ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം ഗൈസ്. ഇവിടെ പറ്റിയ സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് വാട്ടർ സോഴ്സ് ഉണ്ടാക്കണം, ഒരു മിനി വാട്ടർ സോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ടും കൂടി ഒരു 4 ബ്ലോക്ക് 1 2 3 4 കുറച്ച് ഡേറ്റ് റിമൂവ് ആക്കാം.
ഓക്കെ, ഇത് മതി. ഇനി നമുക്ക് ഇവിടെ ആയിട്ടും പിന്നെ എല്ലാ അറ്റത്തും കൂടി നമുക്കൊന്ന് വാട്ടർ സോഴ്സ് സെറ്റ് ചെയ്യണം. വാട്ടർ സോഴ്സ് അല്ല, വാട്ടർ ഒഴിച്ച് വയ്ക്കണം. ഓക്കെ, 1 2 3 4 1 2 3 4. നമുക്കൊരു കാര്യം ചെയ്യാം, മാർക്ക് ചെയ്ത് വയ്ക്കാം, എന്നിട്ട് അവസാനം നമുക്ക് വാട്ടർ ഒഴിക്കാം. 1 2 3 4. ഓക്കെ, നമുക്ക് 1 2 3 4. എന്നിട്ട് അത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് ഈ കുഴിച്ച ബ്ലോക്കിലൊക്കെ ഒന്ന് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ സെൻറ്ററിലും കൂടി ഒഴിക്കണം ഗൈസ്, അതൊരു കാര്യം. നിൽക്കുക, ഞാൻ അതിന് മുമ്പ് അല്ലാതെ നമുക്ക് ആദ്യം ഇവിടെ നിന്നൊക്കെ വെള്ളം ഒഴിക്കണം, എന്നാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് കുറച്ച് ദൂരെയാണോ എന്നൊരു സംശയം ഇല്ലാണ്ടില്ല. പുതിയൊരു മൗസ് മേടിക്കണം ഗൈസ്. ഇത് മൗസിന് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ഹോയ് പൊട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് തൊട്ടടുത്ത് ഇവിടെ തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കണമെന്നുണ്ട്, പക്ഷെ എൻ്റെ ഒരു വുഡില്ല. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ബേസിൽ പോയിട്ട് കുറച്ച് വുഡ് എടുത്ത് വന്നിട്ട് അവിടെ തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ് ചെയ്യണം ഗൈസ്. എവിടെ വുഡില്ലേ? എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു ബ്രീഡർ ഫാമിൻ്റെ പണിക്ക് പോയതിനു ശേഷം നമുക്ക് വുഡില്ല ഗൈസ്. എന്ത് ചെയ്യാനെന്ന് നോക്കണേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഐഡിയ തോന്നിയടാ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ല, അവിടെ ഒരു മരം, ഇങ്ങോട്ടൊരു എൻട്രൻസ്. ഞാൻ പറയുവാണെങ്കിൽ നമുക്കിതൊരു മറ്റേ സുധിയുടെ ബക്കറ്റ് മല പോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ബേസ് അല്ല, ഇവിടെ ഒരു സ്റ്റോറേജ് ചെയ്ത് സെറ്റ് ചെയ്യണം പറ്റുന്ന അഭിപ്രായം ഗീസ്. ഈ ഡേറ്റ ഒക്കെ റിമൂവ് ആക്കിയിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 8 ചെസ്റ്റ്, ഇവിടെ ഒരു 8 ചെസ്റ്റ്, അങ്ങനെ ഇതിന് പോകെ ഡിസൈനൊക്കെ ചെയ്ത് അവിടെ എത്തുമ്പോൾ ചെറിയ ഫാമും. കമൻറ്റ് ചെയ്യുക ഗൈസ്, എൻ്റെ ഐഡിയ നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളതും കമൻറ്റ് ചെയ്യുക. കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സ്റ്റാച്ചു ബിൽഡ് ചെയ്ത് വയ്ക്കായിരുന്നു. പക്ഷെ അത്രയ്ക്കും വലുതല്ല. എടാ മരമൊന്നും ഇല്ലടാ, എനിക്കിനി അപ്പുറത്തെ മരത്തിന് പോകണം. ചെറുതായിട്ടൊരു മരമൊന്നും ഇല്ലേ. എനിക്ക് ആ വലിയ മരം പൊട്ടിക്കാൻ ഇഷ്ടമല്ല. അവിടെ ഒരു ചെറിയ മരം ഞാൻ കാണുന്നുണ്ട്, അങ്ങോട്ട് പോകാം. രാത്രിയാവുകയാണ് ഗൈസ്, പ്രശ്നം ഗുരുതരമാകുന്നത് തന്നെ. വൈബാണ് ഗൈസ്. ഇനി ഞാൻ ഉടനെ തന്നെ ഷെയ്ഡറൊക്കെ ഇടുന്നുണ്ട്. ഷെയ്ഡറും കൂടി ഇട്ട് കഴിഞ്ഞാൽ കിടുകയായിരിക്കും. കാരണം ഒരു രാത്രിയൊക്കെ നോക്കി ഗൈസ്, സെറ്റപ്പ് അല്ലേ. ഞാൻ സ്മൂത്ത് ലൈറ്റിങ് ഇത്രയും നാൾ സർവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫാക്കിയിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഞാനൊന്ന് ഓണാക്കിയത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം സ്മൂത്ത് ലൈറ്റിങ് ഓണാക്കിയോണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റമുണ്ട് ഗൈസ്. യാ എന്നിട്ട് നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാം സെറ്റ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ കുറേ കുഴിയൊക്കെ ഉണ്ട് ഗൈസ്, അതൊക്കെ നമുക്കൊന്ന് കളയണം. എല്ലാം ഞാനിപ്പോൾ തന്നെ കളയുന്നില്ല, ഓഫ് ക്യാമറ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങനെ വെച്ചാലോ ഗൈസ്? ഇത് നൈസല്ലേ, ഇങ്ങനെ വയ്ക്കാം ഗൈസ്. ഇത്രയും കുറച്ചുകൂടി ഭംഗി. ഓക്കെ, ഒരു ഹോയ് ഇവിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട്
ബന്ധിക്കാം. നമ്മൾ ചുറ്റും ഒരു ബോർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലാണെങ്കിൽ നമ്മളൊരു വീറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 2 3 4 ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഞാനിത് ഫുള്ള് ക്രിയേറ്റ് അല്ല ഇതൊക്കെ ഫുള്ളൊന്ന് എന്നാ പറയുക, ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ ഫുള്ള് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ജസ്റ്റ് നട്ടാൽ മതി. നമ്മൾ അവിടെ നട്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അച്ചീവ്മെൻറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി, സോറി. ആൻഡ് സീനില്ല, നമുക്കിനി ഇത് നട്ടുകൊണ്ടിരിക്കാം. സോ ഇനി എനിക്ക് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് ലൈറ്റുകളെ റിമൂവ് ആക്കിയിട്ട് സ്ലാബ് വയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഓടി വരുമ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് എടുത്തു തിരിച്ചു വരാൻ നേരത്താണെങ്കിൽ ഇവിടെ കുറേ എണ്ണം ഞാൻ അറിയേണ്ടി ചവിട്ടി. സോ അതുകൊണ്ടാണ് പറയുന്നത് സ്ലാബ് വയ്ക്കണമെന്ന്. സോ എൻ്റെ കയ്യിലുള്ള സീഡൊക്കെ തീർന്നു. ഇനി ഞാൻ കാര്യം ചെയ്യാം, ഇവിടെ ഞാൻ എല്ലാം പൊട്ടിച്ച് റിമൂവ് ആക്കാൻ പോവാണ്. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പം എനിക്ക് തോന്നണത് മിക്കവാറും സീഡ് ഇട്ടാൽ ഞാൻ ചെയ്യില്ല, സീഡ് കിട്ടി. അപ്പോൾ ഈ സീഡ് നമുക്ക് നട്ട് വയ്ക്കാൻ പറ്റും. സോ ഞാൻ അങ്ങനെ കുറച്ച് സീഡ് ഒപ്പിക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ ആണെങ്കിൽ ഒരു വീറ്റ് ഫാം ഉണ്ടാക്കി. പക്ഷെ അത് ഫുള്ള് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളൊരു ഒരു പകുതി ലൈസിന് മുക്കാലോളം നമ്മൾ എന്തായാലും ഇവിടെ ഫുള്ള് വീറ്റ് നട്ടിട്ടുണ്ട്, അല്ല വീറ്റ് സീഡ് നട്ടിട്ടുണ്ട്. ആൻഡ് നമ്മളവിടെ സ്ലാബും വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഓഫ് ക്യാമറ ഗ്രൈൻഡിൽ കുറച്ച് ഡേറ്റൊക്കെ ഒന്ന് മൈൻ ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ പറ്റുവാണെങ്കിൽ ഒരു ബേസും പിന്നെ ഒരു മോബ് ഫാം ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നിരപ്പാക്കി എടുക്കണം. അവിടെ ആയിരിക്കും നമ്മൾ ബേസ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. ആൻഡ് ഇഷ്ടപ്പെട്ടിരുന്ന ലൈക്ക് അടിക്കുക. പിന്നെ ഡിസാസ്റ്ററിൽ കയറാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ IP പിന്നിട്ടുണ്ടാവും. സോ ജോയിൻ ആവാത്തവരുണ്ടെങ്കിൽ ജോയിൻ ആവുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് നേരെ ബൈ ബൈ.